നമസ്കാരം കൂട്ടുകാരെ. മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പച്ചക്കറി ഐറ്റമാണ് ഈ പയറെന്ന് പറയാം. അപ്പം പയർ പോലെ തന്നെ മറ്റു പച്ചക്കറികളും നമുക്ക് ചെയ്യാം. അത് ഞാൻ പുറകെയുള്ള വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം ഈ പയർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കും. ഹൈബ്രിഡ് ഇനങ്ങളും നാടൻ ഇനങ്ങളും ഒക്കെ നമുക്ക് നല്ലതാണ്. ഞാനിതിനകത്ത് തിരഞ്ഞെടുത്തേക്കുന്നത് നാംദാരി സീഡ്സ്, അതുപോലെ തന്നെ കഞ്ഞിക്കുഴി പയറിൻ്റെ വിത്തുകളൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ വളർച്ച കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നുണ്ട്. വലിയ പ്രാണികളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊരു ഒരാഴ്ചത്തെ വളർച്ചയാണ്. ഇത് കണ്ടോ, ഈ ഒരാഴ്ച കൊണ്ട് ഈ പയർ ഇത്രയും വളർന്നിരിപ്പുണ്ട്. അപ്പം നമ്മളിതിനകത്ത് പൊട്ടിമിക്സ് തയ്യാറാക്കുമ്പോഴത്തേക്ക് നല്ല പോലെ നീർവാർച്ച ഉണ്ടാകുന്ന രീതിയിൽ, അതായത് മണ്ണ് കുറച്ചിട്ട് വേണം നമുക്ക് ഉണ്ടാകാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്ക് മണ്ണ് സെറ്റാകും. അതുപോലെ അതിൻ്റെ വേര് വളരാതെ വരും. നല്ല രീതിയിൽ നമുക്ക് വളർച്ചയും കിട്ടത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി കൃഷിക്കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോകളാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഉറപ്പായിട്ടും മറക്കാതെ ചെയ്യുക. ഒരുപാട് നന്ദി.